അങ്ങനെ ഒരു സാധനം ബാക്കിയുണ്ടല്ലേ, അങ്ങനെ ഒരു സംഭവം വരാണ്ടല്ലേ. എടാ ആറാട്ടാനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഞാൻ മൊത്തം കഥ പറഞ്ഞ നായണ്ണ മക്കളല്ലോ വന്നിട്ട് നക്കിയിട്ട് നായണ്ണ മോനല്ലേ ആ കാര്യം പറഞ്ഞു. നിക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. ഓക്കെ, റോക്കിനെ കണക്ട് ചെയ്ത് റോക്കിന്റെ പേയ്മെന്റ് പറഞ്ഞു. റോക്കി ഇത്ര പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ബാർഗെയിൻ പോലും ചെയ്തില്ല. അവൻ ചോദിച്ച പൈസ കൊടുത്ത്. ഓക്കെ, അലിൻ ജോസിനെ വിളിച്ച് അലിൻ ജോസ് പറഞ്ഞ 5000 രൂപ വേണം. ഓക്കെ, 5000 കൊടുത്ത്. ആറാട്ടണ്ണനെ വിളിച്ച് ആറെണ്ണ അത്ര പൈസ വേണ്ടേ നിങ്ങൾ വരുന്നതിന്. അവർ അത് കുഴപ്പമില്ല, അത് നോക്കി ചെയ്തോ എന്താ. അപ്പൊ ഞാൻ അത്ര വേണ്ടേ പറ. ഞാൻ ഇങ്ങനെ ഗൂഗിൾ പേ ഓണാക്കി വെച്ചിട്ട് ഓക്കെ, റോക്കിന്റെയും ബാക്കിയുള്ളവരെല്ലാം കിക്കുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ എമൗണ്ട് ആയിക്കൊണ്ട് എൻ്റെ നിർത്ത് കൊടുക്കാന്ന് വിചാരിച്ച്. എന്നിട്ട് ഇയാളോട് ഞാൻ ചോദിച്ചു അത്ര വേണ്ടത്. അപ്പൊ ഇയാൾ പറയുന്നില്ല, ഇയാൾക്ക് ഈഗോ അവിടെ പൈസ ചോദിച്ചു വാങ്ങാൻ അറിയാത്തതിന് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ അയാളോട് ചോദിച്ചു അത്ര വേണ്ട. അപ്പൊ കുഴപ്പമില്ല എന്നോട് കുഴപ്പമില്ല എന്ന് പറയുന്ന എന്നോടൊന്നും പറയുന്നില്ല. എന്നോട് എത്ര വേണ്ട ഒന്നും പറഞ്ഞില്ല. താങ്ക് യു ബ്രദർ. പെണ്ണ കാണാ അല്ല അനിയേട്ടെ കുണ്ടാൻ പന്ത്. അപ്പൊ ഇയാള് പറഞ്ഞു അത് കുഴപ്പമില്ല തൊപ്പി. ഇയാള് ഭയങ്കര സ്നേഹത്തിന് സംസാരിക്കും. ഇയാൾ ഇങ്ങനെ ഒന്നല്ല, ഇയാള് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞ തൊപ്പി ചൊറ്റയാണ്, തൊപ്പി വിളിച്ചു വരുത്തി പറ്റിച്ചു. എന്ത് പറ്റിച്ചു? ഇയാളോട് ഞാൻ പൈസ ചോദിച്ചപ്പോ ഇയാള് പൈസ പറഞ്ഞില്ല. എന്തെങ്കിലും ഇട്ടോന്ന് പറഞ്ഞ പിന്നെ എന്തെങ്കിലും ഇട്ടോന്ന് പറഞ്ഞ പിന്നെ യാത്ര ഉണ്ട്. അയാൾ 2000 രൂപ ഇട്ട് കൊടുത്തു. 2000 രൂപ ഇട്ട് കൊടുത്തു. അതിന്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കണ്ടേ? അയാൾ ചോദിച്ചു അയാൾ 5000 ചോദിച്ചാൽ അയാൾ 5000 ഇട്ട് കൊടുക്കും. അയാൾ 10000 ചോദിച്ചാൽ 10000 ഇട്ട് കൊടുക്കും. അയാൾ അതിനോട് പൈസ ചോദിച്ചില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ടേ? എന്നിട്ട് പോയിട്ട് വീഡിയോ ഇട്ടില്ല. നമുക്ക് ആ വീഡിയോ എടുത്തു ചങ്ങായി ഇട്ട വീഡിയോ നമുക്ക് കാണാണ്ട് ഇതല്ലേ. ആ തൊപ്പിയോട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചത്? എന്താ മൈദേനെ പഠിപ്പിച്ചു അല്ലേ? ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്തിനാ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്? എപ്പാ മൈരെന്ന് വിളിച്ചിട്ട് ഇവൻ ലൊട്ട വർത്താനം പറഞ്ഞ ശേഷം വിളിച്ച മനസ്സിലാ. ഇവൻ വിളിച്ചിട്ട് പൈസ വേണമെന്ന് വെച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഇട്ടോന്ന് പറഞ്ഞാൽ 2000 രൂപ ഇട്ട് കൊടുത്തു. ആ 2000 രൂപ വാങ്ങി പോക്കറ്റിലിട്ട് പോയി. എന്നിട്ട് എനക്കെതിരെ വീഡിയോ ഇട്ട് എന്നിട്ട് പറഞ്ഞ് ആ 2000 വേണമെങ്കിൽ തിരിച്ചയക്കും. എന്നാൽ തിരിച്ചയച്ചിട്ടുമില്ല. ഇയാൾക്ക് ഈഗോ ഉണ്ട്. ഇയാളെല്ലാം നടക്കുകയും ചെയ്ത് എല്ലാം ഓക്കെ. എന്നിട്ട് പോയിട്ട് എന്നെ പറ്റി വീഡിയോ ഇട്ടു. പിന്നെ ഞാൻ തെറി വിളിക്കാണ്ടിക്കോ. നീ അവിടെ വന്ന് എന്നിട്ടാണ് ഞാൻ അവിടെ വന്ന് കണ്ടു ഉറങ്ങി. രാത്രി 2 മണിക്ക് ഉറങ്ങാതെ പിന്നെ ഇയാള് 10 മണിക്ക് 11 മണിക്കാറ്റം വന്നിട്ട് ഉറങ്ങാൻ തുടങ്ങിയത്. അയാള് ഫ്രെയിമിൽ പോലും ഇല്ല. ഇത് ഈടെ ഇരിക്കാം. ബാക്കിതാ 3 ആള്. റോക്കി ഈട, അച്ചായല ക്ഷീണിച്ചല്ലോ. റോക്കിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയോ? നിന്റെ ഉപ്പാന്റെ നായണ്ണാമറ ഈട വന്നിട്ട് എന്നെ അടിച്ചിട്ട് പോകാനൊന്നും ഒരുത്തനും ആയിട്ടില്ല കേട്ടോ. ഈട വന്നിട്ട് ഒരുത്തരും റോക്കിക്ക് എത്ര കൊടുത്തു അവിടെ പറയാൻ പറ്റില്ല. കോൺഫിഡൻസിലാണ്. അത് കിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേയ്മെന്റ് അത് ഞാൻ കൊടുത്തതല്ല. ഈ അലിൻ ജോസിന്റെ 6 അല്ല ഞാൻ കൊടുത്തത്. റോക്കിന്റെ കുറച്ച് വലിയ പേയ്മെന്റ് ആണ്. അത് കിക്ക് കൊടുത്തത്. ഓക്കെ, ഈ ആറാട്ടണ്ണനൊന്നും കിക്കിന് അറിയില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ട് കിക്കിനോട് പിങ് ചെയ്യും? ഇങ്ങനെ ഒരു സെലിബ്രിറ്റി റോക്കിന്റെ അല്ല ഞാൻ ബിഗ് ബോസിന്റെ പേര് പറഞ്ഞാൽ റോക്കിക്ക് പേയ്മെന്റ് മേടിച്ചു കൊടുത്തത്. ഓക്കെ, റോക്കിക്ക് ബിഗ് ബോസിന്റെ പേര് പറഞ്ഞ പേയ്മെന്റ് മേടിച്ചു കൊടുക്കാം. ഇവനെല്ലാം ആരാന്നാ ഞാൻ പറയാ കിക്കിനോട് പറഞ്ഞിട്ട് ഇവർക്ക് അറിയില്ല. ഇത് ആരാന്ന് അറിയില്ല. മോനെന്തിനാ കൊണ്ടുവരുന്ന എന്നോട് ചോദിക്കും. മനസ്സിലാ? ഇവരൊന്നും ആരാന്ന് അറിയില്ല. പിന്നെ എങ്ങനെയാ പേയ്മെന്റ് മേടിച്ചു കൊടുക്കല്? ഓക്കെ, എന്നിട്ട് ഓക്കെ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ചോദിച്ചു. അലിൻ ജോസ് എന്നോട് 5000 രൂപ വേണം തൊപ്പി. മാനുമായിട്ട് പറഞ്ഞു. അത് അപ്പം തന്നെ കൊടുത്തു. ഞാൻ ബാർഗെയിൻ പോലും ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊടുത്ത്. അലിൻ ജോസ് സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു 5000 അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, 2000 1000 ആയാലും മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ അവൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ 5000 കൊടുത്ത്. ഈ ആളെന്നെ വിളിച്ചു ചോദിച്ചപ്പോ പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ കൊടുത്ത്. അതെന്ത് ഊമ്പിത്തരാം. ഇറങ്ങി ഓടണം. അവന്റെ 2000 രൂപ ഇയാള് അയാൾ ഒരു മാസം മൊത്തം റിവ്യൂ ചെയ്ത് അയാൾക്ക് 2000 കിട്ടൂല. അങ്ങനത്തെ ചങ്ങായിയാണ്. എന്നിട്ട് 2000 രൂപക്ക് പുച്ചോ എന്നപ്പോ ഒരു കളക്കാൻ പറ ചങ്ങായിനോട്. 45 മിനിറ്റ് പുറത്ത് ഈ വെയിറ്റ് ചെയ്തതാ. അവന്റെ പോസ്റ്ററിലെ ചെറിയ ഫോട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ആറാട്ടണ്ണ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആറാട്ടണ്ണ നിങ്ങൾ ഔട്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഫീൽഡ് ഔട്ടായി. എൻ്റെ സ്റ്റോറി ആയിനോ? ഓക്കെ, ആറാട്ടണ്ണ നിങ്ങൾ ഫീൽഡ് ഔട്ടായി. അതാണ് നിങ്ങളെ പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോ ഞാൻ ചെറുതായിട്ട് വെച്ചത്. ഒന്നാമത് ഞാൻ വെച്ചതല്ല, എൻ്റെ ടീം വെക്കുന്നതാണ്. എനിക്കറിയാം, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ അവര് വെച്ചത് നിങ്ങൾ ഔട്ടായി. ചങ്ങായി നിങ്ങൾ അത് മനസ്സിലാക്കി. നിങ്ങൾ ഔട്ടായി, അതാണ് മനസ്സിലാ. പിന്നെ പൈസ ചോദിക്കുമ്പോൾ അത്രയാണ് കൃത്യമായിട്ട് പറഞ്ഞു വാങ്ങാൻ പഠിക്കണം. അല്ല